ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാരോട്ട് അവേക്കനിങ്. എല്ലാവരും സുഖമായി സന്തോഷമായി സമാധാനമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നോക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അതായത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകുന്ന പേഴ്സൺ ആണെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ല നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് റീഡിങ്ങിൽ വരുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 7 of Pentacles, 3 of Wands, Queen of Swords, Justice, Judgment, the Sun, Page of Wands, 2 of Cups, bottom of the deck, 8 of Swords. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ആ വ്യക്തി കുറച്ചും കൂടി ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ പോയി കഴിഞ്ഞാൽ എഫേർട്ട് ഇട്ടതിനുള്ള ഒരു ഗുണം അവർക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ കാണിച്ചൊരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ഭാഗമായി തന്നെ മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് ആൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു അനലൈസാണ് ആ ഒരു പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിട്ട ഒരു എഫേർട്ട് തന്നെ ആ ഒരു പേഴ്സൺ ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ കാണിച്ച ആ ഒരു സ്നേഹവും കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് അത് സിൻസിയർ ആയിരുന്നോ, ഫേക്ക് ആയിരുന്നോ, അങ്ങനെ പല കാര്യങ്ങളും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇതുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ വ്യക്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിലെത്രത്തോളം ഫെയർനെസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി ആ വ്യക്തിയിൽ വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എന്തായിരിക്കണം ന്യായം, അല്ലെങ്കിൽ അത് തെറ്റാണോ എന്നുള്ള കാര്യങ്ങളിൽ അതൊരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആ വ്യക്തി പലരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ വ്യക്തി വിട്ടുമാറിയ സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് നൗ അവർ കുറച്ചും കൂടി അവർക്ക് തന്നെ സ്വയം തോന്നിക്കൊണ്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ ഫോഴ്സ്ഫുള്ളി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാപ്പിക്കുന്നതിനേക്കാളും നല്ലത് ആ വ്യക്തി സ്വയം മനസ്സിലാക്കുമ്പോൾ അതിനൊരു ഡിസിഷൻ ഉണ്ടാവും, അതിനൊരു ഫെയർനെസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് ആ വ്യക്തിയുടെ തോട്ട് പ്രോസസ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട് പ്രോസസ്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഭയങ്കരമായിട്ട് ആ തേർഡ് പാർട്ടി ആയിട്ട് ഇമോഷണലായിട്ട് ഭയങ്കര കണക്റ്റഡ് എന്നുള്ളതല്ല, ഒരു ഡിസ്റ്റൻ്റ് തന്നെയാണ് അവരുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. കുറച്ചും കൂടി ഡെപ്ത് റിലേഷനേക്കാളും ഒരു റാഷണൽ ആയിട്ടുള്ള തിങ്കിങ്ങും അല്ല റാഷണൽ ആയിട്ടുള്ളൊരു ഫീലിങ്സാണ് ഇവിടെ കാണുന്നത്. എന്തായാലും അവർക്കിപ്പോൾ അവർ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലിപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ആ ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് ഈ ബന്ധത്തിൽ വേണ്ട ന്യായം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷനിൽ മുന്നോട്ട് പോകേണ്ടതല്ല എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവർക്കൊരു വേക്കപ്പ് കോൾ, അല്ലെങ്കിൽ അവർക്കൊരു പെട്ടെന്ന് എന്തോ ഒരു വലയത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കണം ഈ പേഴ്സൺ കടന്നുപോയത്. അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു ആ ഒരു പേഴ്സൺ എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങളിൽ ബാലൻസ് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അത് തെറ്റാണ്, അതിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ട സമയമാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ആ വ്യക്തി ഒരു പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ആ വ്യക്തി ഇപ്പോൾ സക്സസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ആ വ്യക്തി ഇപ്പോൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അതൊരു ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനോ സംസാരമോ അതാണെങ്കിലും അവർ മാനസികമായിട്ട് ആ വ്യക്തികൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ അതൊരു അവരുടെ ലൈഫിന് പറ്റിയ, അതായത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട ഒരു വ്യക്തിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് അവർക്ക് അവരുടെ ചിന്തകളും അഭിപ്രായങ്ങളുമായിട്ട് യോജിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണ് വരും വരായിക അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചിട്ട് ആ വ്യക്തി എന്തായാലും ഇപ്പോൾ ഒരു ധാരണയിൽ വന്നിട്ടുണ്ട് ആ വ്യക്തി. പക്ഷേ ആ വ്യക്തി ഇപ്പോഴും അവരുടെ ആ ചിന്തയിലാണ്, തോട്ട്സ് അവരെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് മിക്കവാറും ഈ ഒരു പേഴ്സൺ പല അഭിപ്രായങ്ങൾ പലർ കൊടുത്തപ്പോഴും അല്ലെങ്കിൽ പലരുടെ അഡ്വൈസും കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന്
നല്ലൊരു പണി കിട്ടിയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് അതിൽ നിന്ന് മാറണമെങ്കിൽ ഒരു ആളുകൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒഴിവാക്കണം, അവരുടെ ചിന്തയിൽ തന്നെ ഇങ്ങനെ ഒരു മുറുകി കെട്ടിയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ചിന്തയിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ അവർക്ക് ഒരു ക്ലാരിറ്റിയോടുകൂടി ഇതൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ വ്യക്തി ടോട്ടലി ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ് തേർഡ് പാർട്ടിയുമായിട്ടിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.